Hi everyone, welcome to DOPA. Yes, and ഈ വീഡിയോയിൽ ഞാൻ വളച്ചു കെട്ടി കാര്യങ്ങളൊന്നും പറയുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ബയോളജിയിൽ NCERTക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, എന്നിട്ട് കുറേ പേര് പേഴ്സണലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. NCERT പഠിക്കണം എന്ന് പറയും, പക്ഷെ എങ്ങനെ NCERT പഠിക്കും അല്ലേ? ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു സ്റ്റഡി ഇൻ NCERT. കുറേ പേരുകളുണ്ട്, കുറേ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെ പഠിക്കും? എടാ, ഒരു ആവറേജ് IQ ഉള്ള ഒരാൾ എന്നെ പോലെ, ഓക്കെ, ഞാൻ പറയുന്നു, അങ്ങനത്തെ ഒരാൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ ആഫ്റ്റർ 200 ഡേയ്സ് ഓർ ആഫ്റ്റർ ഒരു 2 months 300 ഡേയ്സ് എന്താ ചാവട്ടെ, നമുക്കത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരാണ്, മറവി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഓക്കെ, യാ. അപ്പം എങ്ങനെ ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ NCERT പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫസ്റ്റ് ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ വേണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ NCERT വായിക്കുക. അപ്പോൾ ഡോപ്പ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ആൻഡ് ഈച്ച് ആൻഡ് എവറി വേർഡ് നമ്മൾ NCERTയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലേ? എന്ന് വെച്ച് അങ്ങനെ പഠിപ്പിച്ച്, അതായത് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് പോവുമല്ല. ആ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എവിടെയൊക്കെ നിങ്ങൾക്ക് തെറ്റ് പറ്റും, എവിടെയൊക്കെ നിങ്ങൾ ശരിയാക്കണം എന്ന കാര്യത്തെ പറ്റി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നു. സോ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ആരും ബേജാറാവണ്ട കേട്ടോ, ഒക്കെ നമ്മൾ ഉഷാറാക്കി തരുന്നുണ്ട്. ഓക്കെ, ഫൈൻ, യെസ്. അപ്പം NCERT എങ്ങനെ പഠിക്കണം? നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഓക്കെ. അതായത് ഇന്നിപ്പോൾ ഒരു 1/4 ഓഫ് എ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡീൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ, അല്ലേ? എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് വായിച്ചു നോക്കി. എന്ന് ജസ്റ്റ് നിങ്ങളോട് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു എങ്ങനെ പഠിക്കേണ്ടത് അറിയോ? അതായത് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മളത് ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 6ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടി ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. സോ അത്രയും സിമ്പിളായിട്ട് നമ്മൾ ആ കാര്യം ഓർത്തെടുക്കാൻ നോക്കുക. അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ട്, പിന്നെ മറക്കൂല. കുറേ സമയത്തെ നമ്മൾ മറക്കുള്ളൂ, ഓക്കെ, പെട്ടെന്നൊന്നും മറക്കൂല. അങ്ങനെ പഠിച്ചു പോവുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ ചാപ്റ്ററിൻ്റെ തന്നെ അടുത്ത 1/4 എടുത്ത് തീർന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ മൊത്തം ഒരു 1/2 പാഠം എടുത്ത് തീർന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പുതിയതായിട്ട് എടുത്തത് പഠിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇന്നലെ എന്താണോ പഠിച്ചത് അത് NCERTയിൽ വായിച്ചു നോക്കുക. NCERT വായിച്ചു നോക്കുക, ഓക്കെ. അതിന് അത്ര സമയം നിർക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അല്ലേ? തലേ ദിവസം നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നിട്ട് പുതിയതായിട്ടെടുത്തത് ഒന്നുകൂടി പുതിയതായിട്ടെടുത്തത് കിടിലനായിട്ട് പഠിക്കുക. എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മുതൽ ഒന്ന് റിവിഷൻ ചെയ്യുക. അങ്ങനെ ഒരു ചാപ്റ്റർ മൊത്തം ആകുമ്പോഴത്തേന് അത്ര സമയം നിർക്കൂല കേട്ടോ. പണ്ടത്തെ അങ്ങനെ പഠിച്ചെടുക്കുമ്പോഴത്തേനും അത്ര സമയം നിർക്കൂലേ. അപ്പോൾ അങ്ങനെ പഠിച്ച് പോവുക. ആൻഡ് NCERT ചെയ്യുമ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ NCERT നമ്മൾ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ തുടക്കം മുതൽ നമ്മൾ ഏകദേശം ഒരു 4 പ്രാവശ്യം മിനിമം നമ്മൾ വായിച്ചിട്ടുണ്ടാകും. 4 പ്രാവശ്യം മിനിമം നമ്മൾ വായിച്ചിട്ടുണ്ടാകും, അല്ലേ? പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് വീക്ക്, ആ വീക്ക് കഴിയുന്ന സമയത്ത് സൺഡേയ്സോ സാറ്റർഡേയ്സോ കിട്ടുമ്പോൾ ജസ്റ്റ് ആ വീക്കിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാം, നോട്ട് ജസ്റ്റ് ബയോളജി, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ നിങ്ങൾ വായിച്ച് ഒന്നൊരു ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. ഇത്ര സമയമൊന്നും എടുക്കൂല കേട്ടോ. നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇത്ര സമയം എടുക്കൂല, എൻ്റെ ആകെ കിട്ടുന്നൊരു ഹോളിഡേ ആണ്, അത് പോകില്ല. ഇല്ല, ഒരു 3 hours ഒക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ, ഫൈൻ. ആ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് സാറ്റർഡേയ്സോ സൺഡേയ്സോ ഒക്കെ വരുമ്പോൾ അഗെയിൻ അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ എക്സാംസ് ഇഷ്ടം പോലെ ഇടയിൽ വരും. അപ്പോൾ എക്സാംസിൻ്റെ സമയത്തായാലും അതിങ്ങനെ പഠിക്കുക. ഇനി ഒരു 12th എൻട്രി ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 11th കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്ത് പോകണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, ഐ നോ. കാരണം 12th ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 11th ഏതെങ്കിലും ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ട് അത് പകുതി കുറച്ചായിട്ട് റിവിഷൻ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ അറ്റ് ദ എൻഡ് 12th കഴിയുമ്പോഴത്തേന് +1 ആദ്യം മുതലേ പഠിക്കേണ്ട ഒരു അവസ്ഥയാവും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്, ഓക്കെ. അപ്പോൾ +2 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ +1 ചെറുതായിട്ട് എന്ത് ചെയ്യുക? ബയോളജി ഒന്ന് റിവിഷൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിനുള്ള സമയമൊക്കെ അയക്കുന്നത് ഇപ്പം തന്നെ റിവിഷൻ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് അവസാനമാകുമ്പോഴത്തേന് നമ്മൾ കിടിലനാവും, ഓക്കെ. യെസ്, അത്രയ്ക്കേ ഉള്ളൂ. അതിനാണ് കുറേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേര് പറയും 10-30 പ്രാവശ്യം 40 പ്രാവശ്യം റിവിഷൻ ചെയ്യണം. ഇപ്പോഴും പറഞ്ഞു, ദ മോർ യു റിവൈസ്, ഓരോരുത്തർക്കും
ഇവിടെ സ്റ്റോർ ചെയ്യാൻ കുറേ സമയം എടുക്കും. ചിലർക്ക് ജസ്റ്റ് 2 times ഒക്കെ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 5 times ഒക്കെ വായിച്ചാൽ മതി. ചിലർക്ക് എനിക്ക് എന്നെ പോലത്തെ ആൾക്കാർക്ക് ഒരു 10-20 പ്രാവശ്യം വായിച്ചാലോട്ട് കയറുള്ളൂ. ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. സോ അങ്ങനെ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ പഠിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം തവണ വായിച്ചാലോ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുക എന്നുള്ളത് അത് ടോട്ടലി അപ് ടു യു. എത്രത്തോളം സമയം നിങ്ങൾ വായിക്കണം എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ. തൊട്ട് അടുത്തിരിക്കുന്ന കുട്ടിക്ക് 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ തലേ കയറുന്നു എന്ന് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കരുത്. ഓക്കെ, നമ്മുടെ റിസൾട്ട് ഇപ്പോഴൊന്നുമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അവസാനമാണ് നമ്മുടെ റിസൾട്ട് വേണ്ടത്. ഫൈൻ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ NCERT എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായി. ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ്, ഈച്ച് ആൻഡ് എവറി വേർഡ് നമ്മൾ അതേ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് NCERTയിൽ ഓരോ വാക്കും ലൈൻ ബൈ ലൈൻ, ഓരോ വാക്കാണെങ്കിലും ഓരോ സെൻറ്റൻസ് ആണെങ്കിലും ലൈൻ ബൈ ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത്രേ ഉള്ളൂടാ. ഓക്കെ, ഫൈൻ. സോ ബൈ.